സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ അല്ല, വർഷങ്ങൾക്ക് മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസം മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് മോർഫിങ്ങിന്റെ കേസ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു എന്താ പറയുക, നിയമ നടപടികളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് ഒന്നും കൂടി ഞാനും ഖദർക്കും നിസാമിക്കും പോയിട്ട് ഒന്നും കൂടി ആ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ചധികം അക്കൗണ്ടുകളെയും കൂടി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഡേറ്റ് എന്ന് പറയുമ്പം 24th ജനുവരി 2024 അഗെയിൻ ഞാൻ കഴിഞ്ഞ 2021 ഫെബ്രുവരി 6 കൊടുത്ത കംപ്ലൈന്റ് ആയിരുന്നു. ഏകദേശം 21, 22, 23 വർഷമായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നു. ഒരു രീതിയിലുള്ള നീതി തന്നെ പറയാം, ഒരു രീതിയിലുള്ള നീതിയും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒന്നും കൂടി നമ്മൾ കൊടുത്തു നോക്കാം. ചിലപ്പോ അറിയില്ലല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയതാവാം, ചിലപ്പം നമ്മള് കൊടുത്തത് വലിയ വാല്യൂ ഉള്ള കേസല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം. അതവിടെ ഒന്നും കൂടി നമ്മൾ കൊടുക്കാന്ന് വെച്ച് ഞാൻ ഇന്നലെ പോയിട്ട് ഒന്നും കൂടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഈ മോർഫിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ തല മാറ്റിയിട്ട് വേറെ ഒരു ഉടലില് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോ നമ്മളെ തല ഇപ്പൊ എന്താ പറയാ, ഉദാഹരണത്തിന് എന്റെ തല കൊണ്ടുപോയി കിച്ചുന്റെ മേത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചുനൊരു ആഗ്രഹം ചിന്നുവെച്ച് ആവണം. അങ്ങനെയാണെന്ന് ഇത് അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അത് ഫുള്ളി ന്യൂഡായിട്ടും പിന്നെ അതുപോലെ തന്നെ ബിക്കിനി ഇട്ടിട്ടും ഒക്കെയുള്ള ഫോട്ടോസ്, പിന്നെ നമ്മള് എന്താ സെക്സ് ചെയ്യുന്ന പോലെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ മുകളിലേക്ക് നമ്മളെ തല കൊണ്ടുവെക്കുക. ഇത് പിന്നെ ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള സൈറ്റുകളോ അങ്ങനെയുള്ള പേജുകളോ ബ്ലോക്ക് ചെയ്യണമെന്ന് മാത്രമല്ല, അതാരാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി എനിക്ക് കാണണം. അങ്ങനെ ഇവർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരള പോലീസും കേരള സൈബർ സെല്ലും കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എനിക്ക് അവരെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എന്റെ ചാനലിൽ, എന്റെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും ആ ആളിനെ കാണണം. ഈ എന്റെ വീഡിയോസ് കാണുന്ന ഓരോ ആൾക്കാരും ആ ആളിനെ കാണണം. ഇത്രയും വൃത്തികെട്ട ക്രിമിനലാണത്. ഇത് ചെയ്യുന്നവരൊക്കെ ക്രിമിനൽസ് ആണ്. 10 or 12 വയസ്സുള്ള കുട്ടികളുടെ വരെ ഫോട്ടോ പിന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അത് പിന്നെ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു ലോകം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ചു പേര് എന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CMന് കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി 2021 ഫെബ്രുവരി 6 ചെയ്തതാണ്. ഞാൻ ഓൾറെഡി അതിന്റെ ഒക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CMനും എല്ലാവർക്കും ഓൾറെഡി മെയിൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്, ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത്. ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇത് എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മോർഫിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു സില്ലി ആയിട്ടുള്ള മാറ്റർ അല്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഇത് വളരെ സില്ലി ആയിട്ടുള്ള മാറ്റർ ആണ് മോർഫിംഗ് എന്ന് പറയുന്നത്. എന്ത് മോർഫിംഗ്? നോ, ഇത് വളരെ എന്താ പറയില്ല, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്റർ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഈ പിന്നെ കുറച്ച് പദവിയും പണവും ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയില് മെമ്പർഷിപ്പ് ഉള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഉള്ളവരുമായിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം നീതി കിട്ടുന്നു, രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായത് കൊണ്ടാണോ നമുക്കൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ വല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണോ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയ നിർബന്ധമാണെന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഒന്നും എനിക്ക് തിരിയുന്നില്ല. കാരണം ഇത് വളരെ വൃത്തികെട്ട ഒരു സിസ്റ്റം ആണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മള് ഇതിനു വേണ്ടിയിട്ട് 3 വർഷത്തോളം പോരാടി അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഒരു രീതിയിലുള്ള ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ്
പത്താറ്റിക് ആക്ച്വലി. അപ്പൊ ഇന്നലെ ഒന്നും കൂടി നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം നിയർ ബൈ വരുന്നത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനാണ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് മുന്നേ കൂടി ഞാൻ പോയതുള്ളൂ. അച്ഛനും അമ്മയും ഞാനുമാണ് പോയത്. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ വെക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മൊഴി കൊടുത്തു, പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. A to Z നമ്മളെ സൈഡിൽ നിന്ന്, എന്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുണ്ടോ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 24/1/2024 ഞാൻ വീണ്ടും ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്. 3 വർഷം മുന്നേ കൊടുത്ത കംപ്ലൈന്റ് അല്ലാണ്ട് മോർഫിങ്ങിനെതിരെ ഒരു കംപ്ലൈന്റ് ഞാൻ കൊടുക്കുന്നത് 24/1/2024 നോക്കാം നമുക്ക്. ഇവര് സാധാരണക്കാരായ, എന്നെ പോലുള്ള സാധാരണക്കാരായ ആൾക്കാർ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എത്ര സമയം ഇവരെടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നിങ്ങൾ അറിയണം. കാരണം ഞാൻ വെറുതെ വന്ന് കൊരക്കുന്നതല്ല. ഇതിന് പിന്നിൽ നമ്മൾ നടന്ന് പിന്നെ 2-3 ചെരുപ്പൊക്കെ തീർന്ന് ഞാന് പിന്നെ വേറെ ചെരുപ്പ് വാങ്ങി അതിട്ട് ാണ് ഇന്ന് പോയത്. നിങ്ങൾ അത് എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം, മനസ്സിലായില്ലേ? ഈ ഒരു മോർഫിങ്ങിന്റെ കേസ് കൊണ്ട് തന്നെ 3 ചെരുപ്പ് പോയി. 3 ഒരു 6 പോയിട്ടുണ്ടാവും. ഒരു ചെരുപ്പിന് 350 തന്നെ കണക്കാക്കിക്കോ, എത്രയായി? പിന്നെ ഞാൻ ഈ പോയ പെട്രോളും. എന്റെ ദൈവമേ, എന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാരും മനസ്സിലാക്കണം. ഇത് അപ്പാർട്ട് ഫ്രം ദിസ് കോമഡി അല്ലെങ്കിൽ ഈ ഒരു തമാശയിൽ അതീതമായിട്ട് ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. കുറെ പേര് മുന്നോട്ട് വരാത്ത എന്താ വെച്ചാൽ പേടിച്ചിട്ടാണ്. ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ഐ ആം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഫോർവേഡ് മൈൻഡഡ് ഫാമിലി. എന്റെ അച്ഛനും അമ്മയും ആവട്ടെ, എന്റെ ഫാമിലി ആവട്ടെ, ദേ വെർ വെരി ഫോർവേഡ് മൈൻഡഡ്. ഭയങ്കര ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരുടെ ഫാമിലിയും അങ്ങനെ ആയിരിക്കണം എന്നില്ല, അപ്പം എല്ലാവരുടെ പാർട്ട്ണറും അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഇവരുടെ ഇൻലോസ് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പം ഇവരുടെ ഹസ്ബൻഡിന്റെ ഫാമിലി, കല്യാണം കഴിഞ്ഞവരുണ്ട് അതിൻ്റെ അകത്ത്, ഹസ്ബൻഡിന്റെ ഫാമിലി ചിലപ്പം പറയും അവരൊന്നും, നമുക്കിത് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ, നഖം വരെ എടുത്തിട്ട് അപ്പുറത്തെ ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് ഇവര് അത് എഡിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം കൺവിൻസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന് ഉറപ്പുള്ള ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ഉള്ളിൽ ഒതുക്കുകയാണ്, മനസ്സിലായില്ലേ? ഉള്ളിൽ ഒതുക്കിയിട്ട് അതൊരു മാനസിക പ്രശ്നമാണത്. നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടാവില്ല. ഇത് മുന്നിട്ടിറങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ്. ഇപ്പം എന്റെ കൂടെ ഇന്ന് വന്നത് എന്റെ അച്ഛനും എന്റെ അമ്മയാണ് എന്റെ കൂടെ ഇന്ന് സ്റ്റേഷനിലേക്ക് വന്നത്. അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം വീട്ടിൽ വന്നിട്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോർഫിംഗ് കേസിന്റെ അപ്ഡേഷൻസ് പറയാനുള്ളത്. ബാക്കി അവരുടെ സൈഡിൽ നിന്ന് കോളും കാര്യങ്ങളൊക്കെ വരികയാണ്. അവരുടെ സൈഡിൽ നിന്നുള്ള അപ്ഡേഷൻ ഒക്കെ ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് പിന്നെ നല്ലൊരു തീരുമാനം തന്നെ ഇവരുടെ സൈഡിൽ നിന്ന്, കേരള പോലീസിന്റെയും കേരള സൈബർ സെല്ലിന്റെയും സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ഇൻഷാ അല്ലാഹ്? അപ്പൊ നമുക്ക് നോക്കാം.